ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി. ചൈനീസ് സാധനങ്ങളുമായി ഇരുന്നാൽ നിരന്തരം ഇന്ത്യയുടെ അടി വാങ്ങേണ്ടി വരുമെന്ന ചിന്ത അവർക്ക് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജർമ്മനിയുടെ സഹായം തേടിയിരിക്കുന്നത് ഇന്ത്യയെ പ്രതിരോധിക്കാനായി. അങ്ങനെ ഇന്ത്യയെ പ്രതിരോധിക്കാൻ ജർമ്മനിക്ക് കഴിയുമോ? ജർമ്മനിക്ക് കഴിയുമോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഈ ജർമ്മനിയുടെ സഹായം തേടിയെങ്കിലും ആ സഹായം കിട്ടുമോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. കാരണം ചൈനയല്ല ജർമ്മനി. ജർമ്മനി ഇന്ത്യക്ക് തൊട്ട് മുകളിൽ സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ GDP അവർ ഏതാണ്ട് 3-ാം സ്ഥാനത്താണെങ്കിൽ നമ്മൾ 4-ാം സ്ഥാനത്താണ്. നമ്മളുമായിട്ട് വലിയ വ്യത്യാസമില്ല. യുദ്ധരംഗത്തും ഈ ആധുനിക യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും ഒക്കെ ജർമ്മനി വളരെ മുന്നിലാണ് താനും. ഇപ്പോൾ ഇവിടെ പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ ചൈനയുടെ HQ-16, HQ-9 എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ്റെ പക്കൽ ഉണ്ടായിരുന്നത്, ചൈന നൽകിയിരുന്നത്. ഇത് ഉപയോഗിച്ചാണ് ഈ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷെ അതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അപ്പോൾ മാത്രമല്ല, ഈ അവരുപയോഗിച്ച ഈ വ്യോമ പ്രതിരോധ സംവിധാനം ആ സംവിധാനത്തെ മറികടക്കുന്ന ഒരു ആക്രമണമായിരുന്നു ഭാരതം നടത്തിയത്. പ്രത്യേകിച്ചും ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ്. അത് ക്രൂയിസ് മിസൈലാണ്. ലക്ഷ്യം ടാർഗറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ടാർഗറ്റിൽ തന്നെ പോയി ഹിറ്റ് ചെയ്യും. അതാണ് ആ മിസൈലിൻ്റെ പ്രത്യേകത. തടസ്സങ്ങളെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് അതിനുണ്ട്. അങ്ങനെയുള്ളൊരു മിസൈൽ അത് റഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. റഷ്യയുടെ തന്നെ ഒരു മിസൈല് ഈ P-800 ഒനിക്സ് എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. അതും ഈ ബ്രഹ്മോസുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഈ P-800 ഒനിക്സ് എന്ന് പറയുന്ന മിസൈല് റഷ്യ ഉക്രൈന് നേരെ കാര്യമായിട്ട് പ്രയോഗിച്ചിരുന്നു. അതെല്ലാം തടഞ്ഞു. ആ P-800 ഒനിക്സിനെ അടിച്ചിടാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഉക്രൈൻ്റെ അവകാശവാദം. അതിന് ഉക്രൈൻ പറയുന്നത് ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഞങ്ങളെ ഇക്കാര്യത്തിൽ സഹായിച്ചത് എന്നാണ് ഉക്രൈൻ പറയുന്നത്. ഈ ജർമ്മനിയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ഉക്രൈൻ വാങ്ങിച്ചിരിക്കുന്ന ഈ P-800 ഒനിക്സിനെ തകർക്കാൻ ഉക്രൈൻ വാങ്ങിയ അതേ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ജർമ്മനിയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു യൂണിറ്റിന്, അതായത് ഒരു റഡാർ ഉൾപ്പെടുന്ന റഡാറുകളും അതിനോടൊപ്പം മറ്റു മിസൈലുകളുമുണ്ട്. കാരണം ഈ റഡാറാണ് വരുന്ന മിസൈല് എവിടം വരെ എത്ര വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത് ഇൻഫർമേഷൻ കൊടുത്ത് അതിനെ തകർക്കാനുള്ള മിസൈലുകളെ അയക്കേണ്ടത് ഈ റഡാർ സംവിധാനമാണ്. അങ്ങനെയുള്ള ഒരു യൂണിറ്റിന് ഏതാണ്ട് $200 മില്യൺ ആകുമെന്നാണ് നമ്മളതിൻ്റെ വില കണക്കാക്കുന്നത്. ഇതിൻ്റെ പേര്, ഇത് 1990 ഇത് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട്. അതിൻ്റെ പേര് ഞാൻ പറയാം, ശകലം നീണ്ട പേരാണ്. IRIST SLM എന്നാണ് ആ സിസ്റ്റത്തിൻ്റെ, ആ സംവിധാനത്തിൻ്റെ പേര്. ഒന്നുകൂടെ ഞാൻ പറയാം, IRIST SLM. ഇതിന് ഒരു വിശദീകരിച്ചുള്ള ഇതുകൊണ്ട് നമുക്ക് അത് അത്ര പ്രധാനപ്പെട്ടതല്ല. ഇതാണ് ആ വ്യോമ സംവിധാനത്തിൻ്റെ പേര്. ഇത് ഒരു യൂണിറ്റിന്, ഇതിലൊരു റഡാറുണ്ട്, ഓപ്പറേഷൻ സെൻ്ററുണ്ട്, ഒന്നിലധികം ലോഞ്ചറുകൾ, ഈ റോക്കറ്റുകൾ അയക്കാനുള്ള സംവിധാനമൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിന് ഒരു യൂണിറ്റിന്, ഒരു സമ്പൂർണ്ണ യൂണിറ്റിന് $200 മില്യൺ വില പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുമൊക്കെ തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ എങ്ങനെ ഇത് വാങ്ങും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് ഇപ്പോൾ നിലവിൽ ADBയും അതുപോലെ നമ്മുടെ IMFും ഒക്കെ പാകിസ്ഥാന് വായ്പ കൊടുത്തിട്ടുണ്ട്. ഈ വായ്പ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഇപ്പോൾ അവർക്ക് തകർന്നു പോയ എയർബേസ് അടക്കമുള്ളത് പുനർനിർമ്മിക്കണം. അതിന് തന്നെ 4-5 വർഷമെടുക്കും. ഈ അത്തരത്തിൽ ഉള്ള ഒരു എന്താ പറയുക, ആകെ തകർന്ന് സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ നിലംപരിശാണ്. നമുക്കറിയാം, അവരുടെ GDP എന്ന് പറയുന്നത്
നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ GDP-യുടെ അടുത്ത് പോലും അവർ എത്തുന്നില്ല. തമിഴ്നാട്ടിൻ്റെ GDP ഈ പാകിസ്ഥാൻ്റെ GDP-യേക്കാൾ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രാഷ്ട്രം, ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഇങ്ങനെ വലിയ രീതിയിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു രാഷ്ട്രം. അതിൽ കൂടെ ഇപ്പോൾ നമ്മുടെ നദീജല കരാറുകളൊക്കെ റദ്ദ് ചെയ്ത് വെള്ളം അങ്ങോട്ട് ഒഴുക്കാതെ ഇന്ത്യ തടഞ്ഞു വെക്കുന്നു. ഈ വെള്ളം കിട്ടാതെയാൽ പഞ്ചാബിലും സിന്ധിലുമുള്ള കൃഷി സമ്പൂർണ്ണമായിട്ടും നിലയ്ക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഒരു വലിയ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഈ $200 മില്യൺ കൊടുത്ത് ഈ ഒരു യൂണിറ്റ്, ഇത് ഒരു യൂണിറ്റ് വാങ്ങിയാൽ പോരല്ലോ, ഇത് പല സ്ഥലത്തും സ്ഥാപിക്കണമല്ലോ. ഇതിന് റേഞ്ചൊക്കെ ഉണ്ട്. ഇതൊരു 40 കിലോമീറ്റർ അപ്പുറത്ത് വരെ ഇതിന് ഈ റഡാറിൻ്റെ സംവേദന ശേഷിയുള്ളൂ. അതുപോലെ ഉയരത്തിലാണെങ്കിൽ 20 കിലോമീറ്റർ വരെ, ആകാശത്തേക്കാണെങ്കിൽ 20 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനമാണിത്. അതിനപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല. ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത് ഇതിനേക്കാളും ഒക്കെ വളരെ മികച്ചതാണ്. S-400 സുദർശന എന്ന് നമ്മൾ പറയുന്നത് ഇതിനേക്കാൾ വളരെ മികച്ച ഒരു സംവിധാനമാണ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്. എന്തായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഒരു യൂണിറ്റ് വാങ്ങിയാൽ പോരാ, ഒന്നിലധികം യൂണിറ്റുകൾ വാങ്ങണം. അങ്ങനെ വാങ്ങണമെങ്കിൽ ഒരു യൂണിറ്റിന് ഈ പറയുന്നത് പോലെ $200 മില്യൺ വില. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാന് വാങ്ങാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ്. നമുക്കിപ്പോൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു സർക്കാർ സ്ഥാപനത്തിൽ പിയൂൺ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാൾ മെഴ്സിഡസ് ബെൻസ് കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ അതിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുപോലെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചും ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്ന് മാത്രമല്ല, ഈ പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 20% വർദ്ധിപ്പിച്ചു. പക്ഷെ അതൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ പോലും ഈ കടത്തിൽ നിന്ന് കടത്തിലേക്ക്, വലിയ ഭീമമായ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു രാഷ്ട്രം ഒരു സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായിട്ടുമൊക്കെ അങ്ങേയറ്റം അസ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവർ എങ്ങനെ ഇത് വാങ്ങും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി പറയുന്നത് പോലെ റഷ്യയുടെ മിസൈൽ, റഷ്യയുടെ T-800 ഒനിക്സ് എന്ന് പറയുന്ന മിസൈലുകളെ തകർക്കാൻ യുക്രൈൻ സാധിച്ചു എന്ന് പറയുന്നത് ഉക്രൈൻ്റെ അവകാശവാദമാണ്. ഇതിനെക്കുറിച്ച് റഷ്യയോ മറ്റ് രാഷ്ട്രങ്ങളോ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഉക്രൈൻ്റെ അവകാശവാദം മാത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജർമ്മൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യയുടെ ആക്രമണത്തെ തടഞ്ഞത് എന്നുള്ള ഉക്രൈൻ്റെ അവകാശവാദം നമുക്കറിയാം. ഈ സെലൻസ്കി ഒരു ഹാസ്യ നടനാണ്, ഒരു കോമാളിയാണ്. കോമാളിയുടെ വാക്കുകൾക്ക് എത്ര വില കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചോദ്യം. അപ്പോൾ അങ്ങനെ ഈ ഉക്രൈനും പാകിസ്ഥാനുമായിട്ട് വേറെ ചില ഇടപാടുകളൊക്കെ ഉണ്ട്. ഉക്രൈനിന് ആയുധം സപ്ലൈ ചെയ്യുന്നതിൽ പാകിസ്ഥാന് വലിയ പങ്കുണ്ട്. അത് റഷ്യക്കെതിരായ നീക്കമാണ്. അത് റഷ്യയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് റഷ്യ പാകിസ്ഥാനെ അധികം പ്രോത്സാഹിപ്പിക്കുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്യാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അതേപോലെ തന്നെ ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയുമായി വരുമ്പോൾ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കില്ലല്ലോ. അതിനെ കവച്ചു വയ്ക്കുന്ന ഇന്ത്യയുടെ കയ്യിൽ ഇന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അന്തം വിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പാകിസ്ഥാൻ ആണവ ഭീഷണി മുഴക്കിയപ്പോൾ ഇന്ത്യ പറഞ്ഞ വളരെ നിസ്സാരമായിട്ട് മോദി അതിനെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. അതങ്ങ് കയ്യിൽ വെച്ച് അത് ഇങ്ങോട്ട് എടുക്കണ്ട, ഇനി ആ ഭീഷണി നീ ഒരിക്കൽ കൂടെ മുഴക്കിയാൽ നിന്റെ തലക്കിട്ട് ഞാൻ അടിക്കും എന്ന് പറയുന്ന ആ ഒരു ശൈലിയിലാണ് മോദി മാത്രമല്ല ഇപ്പൊ ജയശങ്കർ തുടരുകയാണ്. അതെ, ജയശങ്കർ ഇന്നലെ 2 ദിവസം മുൻപ് അദ്ദേഹം പറയുകയാണ്, യൂറോപ്യൻ യൂണിയനിൽ ചെന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയും അടിക്കും, ഒരു സംശയവും വേണ്ട, ഇനിയും അടിക്കും. നീ ഇനി അടിക്കുമോടാ, ഇനിയും അടിക്കും, എന്താ കാണണോ, വേണമെങ്കിൽ ഇപ്പോൾ അടിച്ച് കാണിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വളരെ നിസ്സാരമായിട്ടാണ് ജയശങ്കർ പറഞ്ഞത് ഇനിയും അടിക്കും, അടി തുടരും എന്ന്. അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്ന ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ പണം കൊടുത്തത് വാങ്ങും, എത്ര യൂണിറ്റ് വാങ്ങും എന്നൊക്കെയുള്ള ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഒരു കാര്യം തെളിഞ്ഞു,
ചൈന സമ്പൂർണ്ണ പരാജയമാണ് വ്യോമ പ്രതിരോധ രംഗത്ത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ ചൈനയുടെയും അമേരിക്കയുടെയും വിമാനങ്ങൾക്ക് പോലും യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയൊക്കെ തകർക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്.